കൊല്ലത്തെ തീരങ്ങളിലടിഞ്ഞ MSC Elsa-3 കപ്പലിലെ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് അവസാന ഘട്ടത്തിൽ. ദിവസങ്ങൾക്കകം മുഴുവൻ കണ്ടെയ്നറുകളും കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കും. തീരങ്ങളിൽ അടിഞ്ഞ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു. 44 കണ്ടെയ്നറുകളാണ് ജില്ലയുടെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞിരുന്നത്. ഇതിൽ 30-ലധികം കണ്ടെയ്നറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊല്ലം പോർട്ടിലേക്ക് എത്തിച്ചിരുന്നു. ദിവസങ്ങൾക്കകം മുഴുവനും മാറ്റാൻ സാധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. കണ്ടെയ്നറുകൾക്കൊപ്പം തീരങ്ങളിലടിഞ്ഞ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനവും തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ കടൽമാർഗം കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. പിന്നാലെയാണ് കരമാർഗം തിരഞ്ഞെടുത്തത്. നിലവിൽ കരക്കടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഒന്നും രാസപദാർത്ഥങ്ങളില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ശക്തികുളങ്ങരയിലെ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തമുണ്ടായത് ആശങ്ക പടർത്തിയിരുന്നു. പിന്നീട് വളരെ സുരക്ഷിതമായാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്തത്. ഇതിനായി കപ്പൽ കമ്പനി നിയോഗിച്ച ടീമംഗങ്ങൾ പ്രാദേശിക പിന്തുണയും തേടി. തീരദേശത്തെ വഴികൾ ചെറുതായതിനാൽ വലിയ വാഹനങ്ങൾ ഇറക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദുർഘടമായ സ്ഥലങ്ങളിൽ പാത ഒരുക്കിയായിരുന്നു പ്രവർത്തനം. അതേസമയം കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ജനം, കൊല്ലം.